സർ നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ വാർത്താമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അർജുൻ ആയങ്കി തന്നെയാണ്. അർജുൻ ആയങ്കി കോതമംഗലം സർക്കിളിനെ FB പോസ്റ്റിലൂടെ വെല്ലുവിളിക്കുകയും അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, ഞാൻ വളർന്നു വന്ന പ്രസ്ഥാനം വേറെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നിലവിൽ 26 കേസുകൾ അർജുൻ ആയങ്കിക്കെതിരെ ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അർജുൻ ആയങ്കി വളരെ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളെയും മാധ്യമങ്ങളെയും എല്ലാം കണ്ടപ്പോൾ പ്രതികരിക്കുന്നത് കണ്ടത്. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല, ഇതൊക്കെ ചീള് കേസാണ് എന്ന മട്ടിലാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി ദുരൂഹതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അർജുൻ ആയങ്കിയുടെ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തെ വിലയിരുത്തുന്നത്? ഇത് പ്രതിസന്ധി അല്ലല്ലോ, ഇത് അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം മധുര പ്രതികാരം വീട്ടാനുള്ള സമയമാണ്. അവർ പത്രക്കാരെ കണ്ടപ്പോൾ ആയങ്കി കണ്ടപ്പം വിലങ്ങുണ്ടായിട്ട് പോലും ആസ്വദിച്ച് കൈയടിച്ച് താളം പിടിച്ചിട്ടാണ് താവുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആരാണ്? പിണറായി വിജയനും അതേപോലെ MV ജയരാജനും അടക്കമുള്ള ആളുകളാണ്. നേരത്തെ MV ജയരാജൻ പറഞ്ഞ എന്താണ്, കൊട്ടേഷൻ ടീമിന്റെ ഹെഡാണ് പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത്. അർജുൻ ആയങ്കി വളർന്ന പ്രസ്ഥാനം ഇതല്ല എന്നാണ് എന്ന് പറഞ്ഞു. പക്ഷേ കൊട്ടേഷൻ ടീമിന്റെ ഹെഡ് ആരാണ്? പിണറായി വിജയനാണെന്ന് ആര് പറഞ്ഞിട്ട്? MV ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റെക്കോർഡും എൻ്റെ അടുത്തുണ്ട്. അപ്പം പക്ഷെ അതിന് ശേഷം MV ജയരാജനും അതേപോലെ പിണറായി വിജയനും തമ്മിൽ ആയങ്കിയെ തെറ്റുകയും ആയങ്കി P ജയരാജൻ്റെ വലങ്കയായി പ്രവർത്തിച്ച് സ്വർണം തട്ടിക്കൽ, വെട്ടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. നേരത്തെ മുതൽ അവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാരുടെ കൊട്ടേഷൻ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ, അതായത് സ്വർണം തട്ടിയ സ്വർണം ഉരുപ്പടികൾ, അതുപോലെ കള്ളപ്പണം, അതേപോലെ ഭൂമി വാങ്ങിയതിൻ്റെ രേഖകൾ, ബിൽഡിങ്ങുകൾ വാങ്ങിയതിൻ്റെ രേഖകൾ തുടങ്ങി പല രേഖകളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എവിടെയാണെന്നറിയാമോ? വലിയ ബാങ്കറുകളിൽ, അതായത് ഭൂമിക്കടിയിലെ ലോക്കറുകളിലാണ് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള രേഖ, ഫോട്ടോ സഹിതമുള്ള രേഖ ആരെടുത്തുണ്ട്? ഈ ആയങ്കിൻ്റെ അടുത്തുണ്ട്. ആയങ്കിയുടെ മൊബൈലിൽ നിന്ന് അതെല്ലാം ഫോർമാറ്റ് ചെയ്തു എന്നാണ് ആയങ്കി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആയങ്കി സന്തോഷിക്കാൻ പോണ എന്താണ്? ഈ ലോക്കറുകൾ ഉണ്ടല്ലോ, ഭൂമിക്കടിയിലുള്ള നിലവറകൾ, ആ നിലവറകളുടെ എല്ലാം തന്നെ ഫോർമാറ്റ് ചെയ്ത സാധനങ്ങൾ ഇപ്പോൾ സൈബർ സെല്ല് വഴി അത് എല്ലാം വീണ്ടും പുറത്തെടുക്കാൻ പോവുകയാണ്. സാർ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറകളിൽ 4 നിലവറകളിലായിട്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ അത്രയും തന്നെയുള്ള നിധിശേഖരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വിവരപ്രകാരം CPMൻ്റെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരുടെ നിലവറകളിലും തത്തുല്യമായ നിധിശേഖരങ്ങളുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ വിലപിടിച്ച രത്നങ്ങളും അതുപോലെ സ്വർണങ്ങളൊക്കെ അടക്കം, അതുപോലെ ആൻറ്റിക്കുകളടക്കം ചിലപ്പോൾ ഈ നിലവറകളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വീടുകളിലേക്കാണല്ലോ, പത്മകുമാർ വഴി. ഇതൊന്ന് പത്മകുമാറിനോട് പിണറായി വിജയൻ പറഞ്ഞ എന്താ, അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് അവിടെ കാണാൻ വേണ്ടിയിട്ടല്ല, അവിടെയുള്ള സാധനങ്ങൾ കടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ആൻറ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ മുമ്പ് ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാൻ വേണ്ടി മല്യ എത്തിയത് എന്തിനാ? അവിടെ നിന്ന് 9 താഴിക്കുടങ്ങൾ അടിച്ചുകൊണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ 9 താഴിക്കുടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് പുള്ളർ എന്ന് പറയുന്ന മൾട്ടി പവർ എനർജിയുള്ള കോപ്പർ മെറ്റീരിയലാണ് ഇതൊക്കെ. അതിന് കോടാനുകോടി രൂപയാണ് കിട്ടുക. ഈ 9 ഇതിലൂടെ 30 ലക്ഷം കോടി രൂപ അന്ന് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ള വിവരങ്ങളാണെന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പിണറായി വിജയന് അന്ന് അറിയില്ലേ പിണറായി വിജയൻ, അതുകൊണ്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എന്നിട്ടും പിണറായി വിജയന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാണ് മല്യ ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തത്. കെ നായർക്ക് അത്തും പൊത്തും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ P ശശി അവിടെ പാർട്ടി ഓഫീസ്, അതായത് മുഖ്യമന്ത്രി ഓഫീസ് അധോലോക മാഫിയ കേന്ദ്രമാക്കി വെച്ചിരുന്ന കാലത്ത് ആണ് ഈ പരിപാടിയൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയന് P ശശിക്കൊക്കെ ഇതിന് പങ്കുണ്ട്. പിന്നീട് കണ്ണൂരിൽ മല്യ പല വോളിബോളും ഫുട്ബോളും ഒക്കെ സ്പോൺസർ ചെയ്തതിന് കാരണം ഈ ബന്ധത്തിലാണ്.
അതെന്തെങ്കിലാവട്ടെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ആയെങ്കി ചെറിയ മീനല്ല, ചെറിയൊരു വില്ലനല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വലിയ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭൂതം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്തരം എല്ലാ വീഡിയോസും, ഇവരുടെ നിലവറകളുടെ വീഡിയോസ് അടക്കം ആയെങ്കിയുടെ മൊബൈലിലുണ്ടെന്നുള്ള വിവരങ്ങൾ ചില പോലീസ് ഓഫീസർമാർ തന്നെയാണ് ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ആയെങ്കി പറഞ്ഞു കൊടുത്താണ്, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ഫോർമാറ്റ് ചെയ്തെല്ലാം തിരിച്ചെടുത്തോ, എനിക്കൊന്നും വരാൻ പോണില്ല, എന്നെ വഞ്ചിച്ച നേതാക്കന്മാരെ ഞാൻ വെറുതെ വിടില്ല, അവരുടെ സകലതും നശിപ്പിക്കും എന്നുള്ളതാണ് ആയെങ്കിയുടെ ലക്ഷ്യം. പി ജയരാജനെ മാത്രമേ എനിക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കി ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് ആയെങ്കി വളരെ ശക്തമായ രൂപത്തിൽ നിൽക്കുന്നത്. ആയെങ്കിക്ക് വേണ്ടി അഡ്വക്കേറ്റ്മാരെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 23 കേസുകളിൽ പ്രതിയായതുകൊണ്ട് അദ്ദേഹം കാപ്പ കേസിൽ മുദ്ര കുത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് 1 വർഷം ഇനി ജയിലിൽ കിടക്കണം. അത് എന്തിനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? ജയിലിൽ കിടക്കാൻ. പുറത്തിറങ്ങിയാൽ മാർക്സിസ്റ്റ് പാർട്ടി കൊല്ലും. പിണറായി വിജയനും അതല്ലെങ്കിൽ എം വി ജയരാജൻ്റെയോ EP ജയരാജൻ്റെയോ അല്ലെങ്കിൽ ഗോവിന്ദൻ്റെയോ ആൾക്കാർ കൊല്ലും. കാരണം ആ രഹസ്യങ്ങളെല്ലാം പുറത്തു വരുന്നതോടെ ഈ നേതാക്കന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ CPM അണികൾ തന്നെ അടിച്ചോടിക്കും. TP ചന്ദ്രശേഖരൻ്റെ അവസ്ഥ വരും. TP ചന്ദ്രശേഖരൻ്റെ അവസ്ഥ വരും. ജനങ്ങൾ അടിച്ചോടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ സമയത്ത് ഇതിനെ കാരണക്കാരനായ ആയെങ്കി പുറത്തുണ്ടെങ്കിൽ ആയെങ്കിനെ കൊല്ലുന്നതിന് വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആയെങ്കി അതുകൊണ്ട് തന്നെ ജയിലാണ് സുരക്ഷിതം. കാപ്പ ചുമത്തിക്കോട്ടെ, എന്നെ ജയിലിൽ അടച്ചോട്ടെ എന്നുള്ള നിലയിൽ ശരിക്കും ആയെങ്കി തന്നെയാണ് പ്ലാൻഡായിട്ട് പോലീസിന് പിടികൊടുത്തതും വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കിയതും. ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ദൃശ്യങ്ങൾ പോലീസിന് എത്തിച്ചു കൊടുക്കുകയും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും പോലീസ് ദിവസേന വാർത്തയാക്കുകയും അവസാനം ഒരു അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ നിന്ന്, വനിതാ അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ നിന്ന് കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ ഉണ്ടെന്നുള്ള വിവരം പോലും ആയെങ്കി തന്നെയാണ് പ്ലാൻ ചെയ്ത് പോലീസിന് അറിയിച്ചത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വരുന്ന വിവരം. അതായത് അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്നതിനാൽ ക്ലിയറായിട്ട് കൊല്ലുക എന്നുള്ളത് അവർ ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് കൃത്യമായ വിവരം കിട്ടിയ ആയെങ്കി എന്ത് ചെയ്തു? പോലീസിന് തെളിവ് കൊടുത്ത് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് വളരെ തന്ത്രപരമായി അതിൻ്റെ ഭാഗമായി പോലീസിനെ കൊണ്ടൊരു ഓപ്പറേഷൻ നടത്തിച്ച് അങ്ങനെയാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അദ്ദേഹം കീഴടങ്ങിയത്. അല്ലാതെ പോലീസ് കൃത്യമായി പിടിച്ചതൊന്നുമല്ല. അങ്ങനെ ആയെങ്കി വളരെ തന്ത്രപരമായി പോലീസിനെ കസ്റ്റഡിയിലെത്തി. ഇനിയിപ്പോൾ ആയെങ്കിയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം വരാൻ പോണില്ല. എന്ത് സംഭവിച്ചാലും പോലീസിന് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അദ്ദേഹം 1 വർഷക്കാലം എന്തായാലും കാപ്പ ചുമത്തി ജയിലിൽ കിടക്കും. അതിന് മുമ്പായിട്ട് ഈ നിലവറകളൊക്കെ തന്നെ വിവരങ്ങൾ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് ആയെങ്കി ആഗ്രഹിക്കുന്നത്. തക്കതായ തിരിച്ചടി കൊടുക്കുക, ഇങ്ങോട്ട് ചതിച്ച നേതാക്കന്മാരെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് ആയെങ്കി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ കേരളം ഞെട്ടാൻ പോകുന്ന കാര്യങ്ങൾ ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.